ഒന്നും അറിയാത്ത എൻ്റെ കുഞ്ഞിനെ അടിച്ചു കൊന്നവരോട് അവർക്കും കുഞ്ഞുങ്ങളുണ്ടല്ലോ. അടിയുടെ ശബ്ദം അടിയടാ 18 വയസ്സേ ഉള്ളവന്, 18 വയസ്സ്. എന്നാലും ഇതുപോലെ ആ കുഞ്ഞിനെ ചെയ്യണ്ടായിരുന്നു അവനൊക്കെ. ആഹാരം കൊടുക്കാമെന്ന് പറഞ്ഞ് 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ ക്ഷേത്രത്തിൻ്റെ പുറം ഭാഗത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി തടിക്കഷ്ണം കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ആ നാറികളും തെണ്ടികളും അവൻ്റെ കുടുംബക്കാരും കാണണം ഈ ഒരു വീഡിയോ. ആഹാരത്തിന് വേണ്ടി വിളിച്ചുകൊണ്ട് പോവുക, ആഹാരം കൊടുക്കുക, നിനക്ക് ആഹാരം തരാം, ഭക്ഷണം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, നീ അപ്പുറത്തോട്ട് വരാൻ, അപ്പുറത്തോട്ട് വാ എന്നും പറഞ്ഞ് തോളെ കൈയിട്ടുകൊണ്ടാണ് പിടിച്ചോണ്ട് പോകുന്നത്. പിടിച്ചോണ്ട് പോയപ്പം മറ്റേ ചേട്ടനും ഉണ്ട്, ചേട്ടൻ പുറകെ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് അടിയാണ് തുടങ്ങുന്നത്. ഒന്നും അറിയാത്ത എൻ്റെ കുഞ്ഞിനെ അടിച്ചു കൊന്നവരോട് ദൈവം പൊറുക്കരുത് ഒരിക്കലും. അവർക്കും കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവന്മാരും ഈ നാട്ടിൽ തന്നെ ജീവിക്കണ്ടേ. അതുപോലെ ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു കൊച്ചുകുട്ടിക്ക് പോലും റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പാർക്കിൻസൺസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ്. ഞാൻ 10-15 കൊല്ലം കൊണ്ട് മെഡിക്കൽ കോളേജിലെ ചികിത്സയിലാണ്. എൻ്റെ വീട്ടിലെ ഭാര്യ ഒരു കൈക്ക് സ്വാധീനക്കുറവാണ്, തൊഴിലുറപ്പിന് പോയാണ് കഴിയുന്നത്. എൻ്റെ മൂത്ത മോന് ശനിയാഴ്ച, അവനും പോളിടെക്നിക്കിലേക്ക് പഠിക്കുവാണ്. അവൻ ശനിയാഴ്ച കൂലിപ്പണിക്ക് പോയി പൈസ കൊണ്ടുവന്നാണ് അനിയനെയും പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അനിയന് പോളിടെക്നിക്കലിന് 12ാം റാങ്ക് ഉണ്ടായിരുന്നു. അവനെ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരു കാര്യാരണ്യമായിട്ട് ഞങ്ങൾ കരുതിയിരുന്നതാണ്. അതാണ് ഇവർ കാവാലിയന്മാർ, ഗുണ്ടകളായ ആൾക്കാർ അവനെ ജീവനോടെ തല്ലിക്കൊന്നത്. അത് ഇനി ഒരു രക്ഷകർത്താക്കൾക്കും ഒരു മനുഷ്യനും ഉണ്ടാവരുത്. കേരളത്തിൽ ഈ സംഭവം അവസാനിപ്പിക്കണമെന്ന് ഞാൻ ഒരു കുഞ്ഞിൻ്റെ അച്ഛനായ ഞാൻ അപേക്ഷിക്കുന്നു. ഹരികൃഷ്ണൻ്റെ അച്ഛനാ, അമ്മ അതിനകത്ത് കിടക്കുക. ഇവന് എത്രയോ വർഷം കൊണ്ട് സുഖമില്ലാതെ എങ്ങനെ ഇരിക്കുന്നതാണെന്നറിയാമോ? ഒരാൾക്കുള്ള സഹായം വേണം. അവന് ഗുളിക കഴിച്ചില്ലെങ്കിൽ അവൻ വീണു പോവും, അവന് കിടപ്പായി പോവും. കിടന്നതാ, ഒരു തളർന്ന് കയ്യും കാലും അതിൻ്റെ വിറയില്ല. അവർക്ക് ഒരു ചെയ്യുന്നവന് ഒരിക്കലും ഗുണം പിടിക്കരുത്, അവൻ്റെ കുടുംബം പോലും വെളുക്കരുത്. ഇത് അവർ ഇത്രയാക്കി എടുത്തേക്കുന്നത് ദൈവത്തിന് തുല്യമായിട്ടാണ്, ഒരാളായിട്ടിരിക്കട്ടെ എന്നും പറഞ്ഞു. അവന്മാർ പറഞ്ഞു ഞങ്ങൾ പോയി പഠിച്ച് ഞങ്ങളൊരു ജോലി മേടിച്ച് നമുക്ക് അച്ഛാ സുഖമായിട്ട് കഴിയാം അമ്മയ്ക്കും അച്ഛനെന്ന്. അവക്കും വയ്യാത്തതാണ്. അവന് 10 A+ എല്ലാത്തിനും. 4 സെൻറ്റോ 5 സെൻറ്റോ അങ്ങാണ്ടേ ഉള്ളൂ. പഞ്ചായത്തിന്റെ വീടാ, അവർക്ക് വേറെ വരുമാനമൊന്നുമില്ല. അവനെ ആരെങ്കിലും അറിയുന്നവരൊക്കെ എന്തെങ്കിലും കൊടുത്ത് സഹായിച്ച് അതുകൊണ്ടിരിക്കുക. എന്നാലും ഇതുപോലെ ആ കുഞ്ഞിനെ ചെയ്യണ്ടായിരുന്നു. തീർത്ത മനുഷ്യന് എങ്ങനെ പറയണമെന്ന് പോലും ഞങ്ങൾക്കറിയത്തില്ല. അടിക്കടാന്ന് പറഞ്ഞവനെയും ശിക്ഷിക്കണം, അടിയടാന്ന് പറഞ്ഞ മൊബൈൽ ഞങ്ങൾ കേട്ടതാ. പക്ഷെ അത് അവനെയും ശിക്ഷിക്കണം. വീടിൻ്റെ സാഹചര്യം നാട്ടുകാരൊരു സഹായം കൊണ്ട് ജീവിക്കുമായിരുന്നു. കാരണം ആ തള്ളയ്ക്ക് കൈ വയ്യ, വികലാംഗനാണ്, ഒരു കൈ, ഭർത്താവിന് സുഖമില്ലാത്ത, അതിങ്ങനെ പറയത്തുള്ളൂ. ചോറൊക്കെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ട് ചോറ് പെട്ടെന്ന് എല്ലാം വായിച്ചല്ലില്ല, അതില്ല സുഖത്തിന്. അപ്പോൾ ആ നാട്ടുകാരും ബാക്കിയുള്ളവരെല്ലാം കൂടെ സഹായിച്ച് അവരെയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ കൊച്ചുങ്ങളും അതുപോലെ തന്നെ നല്ല രീതിയിലാണ്. എനിക്ക് പറയാൻ പറ്റത്തില്ല. ആണ് അവിടെ എല്ലാവരും എല്ലാവർക്കും പിടിക്കുക, ഇവരുള്ളവർക്കെല്ലാം വലിയവനാണ്. അത്രയ്ക്കൊരു നല്ല പിള്ളേരാണത്. ചില ഭീതിയുള്ള തടിക്കൊണ്ട് ഉന്നം നോക്കി തന്നെ അവൻ നോക്കി തന്നെ തലക്കടിക്കുന്നത്. അത്രയും ഒരു പണി കാണിച്ചവൻ. അവൻ വീണിട്ട് പിന്നെ അവനെ കാലെ പിടിച്ച് വലിക്കുക, കാലെ പിടിച്ച് തൂക്കി എറിയുന്നത്. ഈ തടി വെച്ച് അടിച്ചതിന് ശേഷം ഈ അവനെ കാലെ പിടിച്ച് തൂക്കി കൊണ്ടുപോകുന്നു. അപ്പോൾ അവൻ്റെ സഹോദരി ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു. അതിനൊക്കെ അവൻ്റെ അളിയനെ എല്ലാം അടിച്ചു വരും. 1-2 കേസുകളൊക്കെ ഉള്ളവരാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ അവരെയൊക്കെ നേരത്തെ നിർത്തിയാൽ ഈ കേരളത്തിൽ ഈ കുഴപ്പമുണ്ടാകത്തില്ല. സംരക്ഷിക്കാൻ ആൾക്കാരുണ്ട്, അതാണ് എൻ്റെ വരുന്ന പ്രശ്നം. ഈ സംരക്ഷിക്കാനുള്ള ആൾക്കാരുണ്ടായതാണ് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം ഈ കേരളത്തിൽ നടക്കുന്നത്. ഇതിനൊക്കെ അന്നേരം ചുട്ട മറുപടി കൊടുക്കാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പം വരത്തില്ലായിരുന്നു. ഇതുകൊണ്ടാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് സർക്കാർ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് ഇവന്മാരെ എത്രയും പെട്ടെന്ന് തന്നെ പിടിക്കണമെന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്ക്. അതിന് വേണ്ട നടപടി എടുക്കണം.